അമേരിക്കയിൽ മാത്രമല്ല, കൊറിയ, ജപ്പാൻ, ഹോളണ്ട്, ഇറ്റലി എന്നു വേണ്ട 7 കോണ്ടിനെന്റുകളിലും ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ. പക്ഷേ അമേരിക്കയിൽ നിന്നൊരു മലയാളി കപ്പിൾ ഇതാദ്യമായിട്ടാ. ഞങ്ങൾ മലയാളികളാണെന്ന് പറയാന്ന് മാത്രം. ആഹാ. I'm born and brought up in States. അലക്സിന്റെ ഫാമിലി കുറെ കാലായിട്ട് അവിടെ സെറ്റിൽഡാ. ഓ. സോ കേരളത്തിൽ റിലേറ്റീവ്സിനെ ഒന്നും അങ്ങനെ പരിചയമില്ല. See, you know, doctor, first we went to Gujarat for surrogacy, but they are not ready to show the donor. And finally, Dr. Cherian suggested your name. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സ്ത്രീയെ, അതായത് ഡോണറെ, ഞങ്ങളും ക്ലയൻസിനെ കാണിക്കാറില്ല. പ്രസവം കഴിഞ്ഞ് കുട്ടിയെ ഞങ്ങൾ വാങ്ങി അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. അതാണ് പ്രൊസീജിയർ. Oh. ഡോക്ടർ ചെറിയാനും ഞാനും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഡോണറെ നിങ്ങളെ കാണിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആക്ച്വലി ഐ എക്സ്പെക്ടഡ് ബിഗർ സെറ്റപ്പ് ഇൻ ദിസ് ക്ലിനിക്. ഇവിടെ ഡെലിവറിക്കുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ? അതിന് പേഷ്യന്റ് പ്രഗ്നന്റ് ആയാൽ ഉടനെ അവരെ ഞാൻ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യിക്കും. ബാക്കി ചികിത്സയും പ്രസവവും ഒക്കെ അവിടെ ആയിരിക്കും. That's fine. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 50 crores സെറ്റപ്പ് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. Oh, great. 1 minute. ഹലോ, கார் லோன் கட்டலன்னு நோட்டீஸ் வந்திருக்கு. കാറിന്റെ ലോണോ? ബെൻസ് കിട്ടാൻ വൈകുമെന്നോ? എന്നാൽ ലാൻഡ് ക്രൂസർ ബുക്ക് ചെയ്യൂ. എനിക്ക് സാധനം ഉടനെ വേണം. ഞാനൊരു മീറ്റിംഗിലാ, ഡിസ്റ്റർബ് ചെയ്യരുത്. ஓகே சார். ലക്ഷറി കാഴ്സ് എനിക്ക് വീക്ക്നെസ് ആണ്. പിന്നെ പെർഫെക്ഷന്റെ കാര്യത്തിൽ ഞാനും പിന്നിലല്ല. അതാണ് എല്ലാം തികഞ്ഞ ഒരു ഡോണറെ നിങ്ങൾക്കായി ഞാൻ കണ്ടുപിടിച്ചത്. ഐ വിൽ ഷോ യു. ഓക്കേ. ഹലോ. ആ, പിന്നെ ഐശ്വര്യ ദേവിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ஓகே சார். ബെസ്റ്റ്. ഐശ്വര്യ ദേവി ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിൽ 2 തവണ പ്രവൃത്തി പരിചയം, 2 തവണയും സക്സസ്ഫുൾ ഡെലിവറി. ഡോക്ടർ, can you just ask her to wait outside please? മുത്തു സാർ. അയ്യോ, വാ. Doctor, I'm sorry, but we are not happy with this lady. ഞങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ള എലഗന്റ് ആയ ലേഡിയാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. യു നോ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. സ്വപ്നയുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ 10 മാസം ചുമക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് കഴിവുള്ള ഒരു സ്ത്രീയെ വാടകയ്ക്കെടുക്കുന്നു. നിങ്ങൾ 2 പേർക്കും ഉണ്ടാകുന്ന ഭ്രൂണത്തെ നമ്മൾ മറ്റൊരു സ്ത്രീയിൽ വളർത്താനായി 10 മാസം നിക്ഷേപിക്കുന്നു. There won't be any biological relationship with the donor. So, ഗർഭപാത്രം നൽകുന്ന സ്ത്രീയുടെ യാതൊരു ജനിതക സ്വഭാവവും ഈ കുഞ്ഞിനുണ്ടാവില്ല. Then what's bothering you? I know that, doctor, but you know, I want the best in everything. Why can't we try some other options? It's very difficult. നല്ല കുടുംബത്തിലെ ആളുകളൊന്നും ഈ പണിക്ക് വരില്ല. Let's try before compromise. Doctor, we are even ready to pay extra for it. ഈ എക്സ്ട്രാ മണി Yeah. we'll try our best. Doctor, none of them are suitable. ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു ലേഡിയെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുമ്പേ ട്രൈ ചെയ്യും. That's it. Don't be upset. Infertility treatment will take its own time. ഒരാഴ്ചക്കുള്ളിൽ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരും. There are plenty of beautiful girls in this country. Okay, doctor. All the best. Thank See you you. soon. Hope so. സുന്ദരിയുടെ ഗർഭപാത്രം ഈ വേൾഡിൽ കിട്ടുമോ? ഹലോ, சார், ஒர்க் ஷாப்ல இருந்து பில் வந்திருக்கு. ரிப்பேர் பண்றதுக்கு 2000 ரூபாய் பே பண்ணட்டுமா? 2000 രൂപയാ? அதுக்கு பணம் எங்க இருக்கு? அப்புறம் பண்ணலாம். ஓகே சார். വണ്ടി ഇടിച്ചെങ്കിൽ വേണ്ടിയില്ല. കള്ളി. ഒരു 500 രൂപ കൊടുക്കണ്ട ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും. കൊടുക്ക. സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?
പണയം വെക്കാൻ ചെല്ലുമ്പോഴാ വിവരം അറിയുന്നത്. എന്തൊരു കൊള്ള പലിശ അവരുടെ. ഫീസ് അടയ്ക്കാൻ ഇനി രൂപ 7,000 കൂടി ബാക്കി വേണം. അതിനിപ്പോ എന്ത് ചെയ്യുന്ന? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ 5 പേരെങ്കിലും വേണമെന്നാ പറയാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. രഞ്ജേട്ടൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ, സാറല്ലേ അന്ന് ഇവിടെ പിന്നെ? അതെ, ഞാൻ ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. എന്താ ഡോക്ടർ ഇവിടെ? അവരെ കൊണ്ടെന്തെങ്കിലും പ്രശ്നം? ഏയ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെയോ? അതെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലിനിക് അല്ലേ? അതെ അതെ, വൈഫാണല്ലേ? അങ്ങനെയും പറയാം. അമേരിക്കയിൽ നിന്നുള്ളൊരു ദമ്പതികൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നവർക്ക് എന്റെ ഏജന്റ് കൊണ്ടുവന്ന സ്ത്രീകളുടെ ചന്തം പിടിച്ചില്ല. അത് പിന്നെ ആർക്കാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഇത്തിരി ഭംഗിയായിരിക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? ഇതാണ് തെറ്റിദ്ധാരണ. ഈ IVF ട്രീറ്റ്മെന്റ് പല തരത്തിലുണ്ട്. ഇപ്പൊ വന്നവരിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന എംബ്രിയോയോ ഭ്രൂണം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. There won't be any blood relationship with the surrogate mother. അതായത് ഈ കായക്കൊല പഴുപ്പിക്കാൻ പത്തായത്തിൽ വെക്കണ പോലെ അല്ലേ? പഴുത്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് പത്തായത്തിന്റെ ചായയും വരില്ല. കറക്റ്റ്. വല്ലാത്തൊരു ഉദാഹരണം. സാറേ, ഇതുപോലത്തെ ഒരു സീൻ മോഹൻലാലിന്റെ ഒരു സിനിമയിലില്ലേ? ഞാൻ മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടില്ല. ഇത് പുതിയതല്ലാന്ന്, പഴയ ഒരു സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത്രയും പഴയൊന്നുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, ദശരഥം. അത് തന്നെ. പക്ഷെ അതില് ഈ അമ്മ കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. എന്നാലും എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അല്ലേ? ഞാൻ കൊറേ കരഞ്ഞതാ. ഗർഭപാത്രം വാടകയ്ക്ക് തരാൻ തയ്യാറുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ എന്താ കരുതിയത്? പണത്തിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാ. ചില റിയൽ എസ്റ്റേറ്റും അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ പെണ്ണ് കേസിന് ഇറങ്ങേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചെല്ല്, പോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കാറടിച്ച പെണ്ണില്ലേ, അവരിതിന് കറക്റ്റാ. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലെന്ന് നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം രൂപ കൊടുക്കും. കമ്മീഷനായി നിങ്ങൾക്കൊരു 25,000 രൂപ വേറെയും തരും. ഞാൻ നേരിട്ട് നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങളാവുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണല്ലോ. ആണ്. എന്നാലും പെണ്ണ് കേസൊക്കെ ആവുമ്പോ അല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. സംഗതി അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് പണിയാ. ഒരു 50,000 തന്നെ നോക്കാം. 50,000? 50 എങ്കിൽ 50. പക്ഷെ പെട്ടെന്ന് വേണം. എന്നാ ഇപ്പൊ തന്നെ പോവാം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്താലോ ഡോക്ടറെ? ഡോക്ടർ വണ്ടി ഇവിടെ കിടക്കട്ടെ, എന്റെ വണ്ടി എടുക്കാം. ആയിക്കോട്ടെ, കാർ എവിടെ? അന്ന് കയറിക്കോ, വാ. ഇതോ? അല്ല, നമുക്ക് ചില ഊട് വഴി കൂടെ ഒക്കെ പോകാനുണ്ടേ, വാ. ഓക്കെ, സൂക്ഷിച്ചു പോണം. ഈ വണ്ടി ഹോം മെയ്ഡ് ആണോ? ഇവിടെ എവിടെയോ ആയിരുന്നു അവളുടെ വീട്. തനിക്കറിയില്ലേ? സുമിത്ര മസൂദി തെരുവ്. ഇത് തന്നെ. അതെ, നിങ്ങൾ ആദ്യം പോയി അവളുടെ മനസ്സറിഞ്ഞിട്ട് വാ. സമ്മതമാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം. വെറുതെ അപ്സെറ്റ് ആക്കണ്ട. ഓക്കെ. വാട്ട് യു ഹാവ് ബീൻ ടോൾഡ് ഈസ് ദാറ്റ് കറക്റ്റ്? ഫസ്റ്റ് ഐ വിൽ ഗോ. ഓക്കെ. വല്ലാത്തൊരു ഇംഗ്ലീഷ്. நீங்க என் வீட்டுக்கு உட்காருங்க. ஹஸ்பண்ட் அவரு அன்னைக்கு சொன்னனே பாம்பேல இருக்காரு. இன்னும் பாம்பேல வரவே இல்லையா? வரமாட்டாரு. என்னது இது நீங்க இந்த நேரத்துல? என்ன விஷயம்? ஹலோ, உங்க பையனா? கணேஷ், எழுந்திருப்பா, போ, போய் விளையாடு. போயிட்டான். இப்ப சொல்லுங்க. Infinity of fertilization we have been to. தமிழ். ഇത് പിന്നെ
ഒരു ശാരീരിക ബന്ധത്തിന്റെ കാര്യമായതുകൊണ്ട് ഓപ്പണായിട്ട് എപ്പടി சொல்றது ഒരു ஆ, ஆ, ஆணும் பொண்ணும் சேரும்போ தானே குழந்தை பிறக்கிறது இப்போ அவங்க ஒன்னா சேர்ந்தாலும் குழந்தை பிறக்கணும்னில்லை அதுக்கு அதுக்கு சேஃபான நிறைய வழி இருக்கே. അതല്ല ബീജം ബീജം അതൊക്കെ ഗർഭപാത്രം തേവതാനെ അതുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തില് നീങ്ക കൊഞ്ചം കോപ്പറേറ്റ് பண்ண നടക്കും நீங்க இவ்ளோ சொல்லும்போது நான் வேண்டான்னு சொல்ல போறேன். ராத்திரி பின்பக்க வழியா வாங்க, உங்களுக்காக நான் கதவை திறந்தே வச்சிருக்கேன். കുടിക്കുന്നത് കൊഞ്ചം തണ്ണി കിടക്കുമാ ஒரு நிமிஷம். എന്റെ പൊന്നോ ഡോക്ടറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കിത് ശരിയാവില്ല, വേറെ നോക്കാം ബാ. അപ്പൊ നടക്കില്ലേ? ആ നടക്കും നടക്കും അപ്പൊ ഞാൻ സംസാരിക്കാം. നടക്കും നടക്കില്ലേ നമ്മൾ ഉദ്ദേശിച്ചത് നടക്കില്ല. എങ്ങനെ? ഇത് ഇത് ആളെ എക്സ്ട്രാ ഡീസന്റാ. സാറ് വണ്ടി കയറിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമായോ? എന്റെ പൊന്നോ പതുക്കെ. ഇത് കുറെ നേരം ആയല്ലോ ഇങ്ങനെ ചുറ്റുന്നത്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരൊക്കെയല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂ. എന്താ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂന്ന് പറയാ. ആ അങ്ങനെ ഇപ്പൊ ആരാ? ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുരുകൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വീണ് നടു തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. നല്ല കഷ്ടപ്പാടില്ല. വെരി ഗുഡ്. അയാളുടെ വൈഫ് എങ്ങനെയാ കാണാൻ? വൈഫ് കാണാൻ നല്ലതാ, നമുക്ക് ചേരും. അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വിട്. ഹരഹരോ ഹരഹര. ഇവിടത്തെ ആൾക്കാരൊക്കെ പാവങ്ങളാ. ഡോക്ടർക്ക് വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്കൊന്നും വരാറില്ല. നല്ല സ്ഥലവാ. ഒരു റിസോർട്ട് ഫീൽ ഉണ്ട്. അയ്യോ അതല്ലേ മുരുകന്റെ ഭാര്യ. വാ വാ വാ, ഇതാ വഴി. അമ്മ വണക്കമ്മ. என்னங்க இந்த பக்கம்? ஒண்ணுல முருகனை பாக்கிறதுக்கு டாக்டர் வந்திருக்காரு. ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. அப்படியா? வாங்க வாங்க. அவரெங்கே? இதோ இருக்காரு. வா வாங்க. அப்பா எப்படி இருக்கீங்க முருகா? என்னப்பா 2 வருஷமா படுத்த படுக்கையிலே தான் எல்லாம். சாப்பாட்டு கூட வழி இல்லை. அந்த கடவுள் தான் வந்து கருணை காட்டணும். இப்ப முருகன் சொன்ன கடவுள் இருக்குல்ல, அதுதான் டாக்டர் உருவத்துல வந்திருக்காரு. மீதி அவர் சொல்லுவாரு. പറഞ്ഞോളൂ പറഞ്ഞോളൂ. You know, Mr. Murugan, in vitro fertilization is not just a treatment. It's a service and Doctor. surrogacy is a divine duty. டாக்டர் நீங்கள் மலையாளத்திலேயே பேசுங்க டாக்டர். நான் மலையாளத்தில் எல்லா ஹீரோக்கும் டூப் போட்டிருக்கேன். மலையாளம் பேசுனா புரியும். அது வந்து பணம் தான் നമ്മുടെ പ്രശ്നം, കുളന്ത താൻ അവരുടെ പ്രശ്നം. മലയാളം മലയാളം. അല്ല, മുരുകന്റെ ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയും ഐശ്വര്യവും ഒക്കെ ഉണ്ട്. മുരുകൻ ഒന്ന് കണ്ണടച്ചാൽ ഇവളെ വെച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് 10 months. Don't disturb. ഒരൊറ്റ തവണ ഗർഭം ധരിച്ചാൽ മതി. 10 ലക്ഷം രൂപ ഇന്ത വീട്ടിൽ വരും. ഡോക്ടർ മനസ്സിലായില്ലല്ലേ? டாக்டர் ഒരു അമേരിക്കൻ ഫാമിലി അവരുടെ എംബ്രിയോ മുരുകന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒന്ന് നിക്ഷേപിക്കണം. അത്രയേ ഉള്ളൂ. അമ്മ ഡോക്ടർ എന്നെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ போயிடுங்க. நான் சொல்றது கேளுங்க. போங்க. അമ്മ പറയാൻ പറഞ്ഞത് മനസ്സിലായില്ല. വേണ്ട ഡോക്ടർ, വാ വാ. അയാള് തളർന്നു കിടക്കുകയാന്നല്ലേ താൻ പറഞ്ഞത്? ആ. പക്ഷെ ചവിട്ടിന് ഒരു തളർച്ച ഇല്ലല്ലോ. അത് പിന്നെ ഡോക്ടറുടെ ഡയലോഗ് കേട്ട ആർക്കും ഒന്ന് ചവിട്ടാൻ തോന്നും. ഓ എംബ്രിയോ എന്നൊക്കെ കേട്ടപ്പോ അയാൾ എന്തോ പച്ച തെറിയാന്ന് വിചാരിച്ചത്. ഭ്രൂണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലായിരുന്നോ? ഇതൊക്കെ ഒരു നയത്തിലും തന്ത്രത്തിലും വേണ്ടേ പറയാൻ ഡോക്ടറെ? ഏത് നയത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. എന്തായാലും മിസ് ഇന്ത്യ പോലത്തെ ഒരു പെണ്ണായിരുന്നു അവള്. അതേതായാലും പോയി കിട്ടി. ഇനി വേറെ നോക്കാം വാ. മിസ് ഇന്ത്യ ഇതാ. இந்தாங்க. എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹര ഹരോ ഹര, മുരുകനും പോയി കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടറെ ഇവിടുന്ന്. മുഞ്ചാമേ എവിടെ വെച്ച്? 50 ரூபாண்ணே. சரி அண்ணா, நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வரேன். ദേ ദേ ദേ, ഏ ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ അതാ? ആ. അത് കേസാ. വക്കീലാണോ? ഹേയ് ആ കേസല്ല, കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും. ഡോക്ടറുടെ കർച്ചീഫ് ഉണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ.
നിർബന്ധമാണോ? വാ. ഇതൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് ഓ പറയും? നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ? പിന്നെ നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ? തീർക്കും. നമ്മള് ഫീൽഡിൽ നിന്ന് മാറിയാലേ തള്ളിക്കരൻ ആളങ്ങ് ക്യൂ നിക്കുക. പെറ്റേച്ച് വരുമ്പോഴേ നമ്മുടെ ഡിമാൻഡ് അങ്ങ് പോകും. കെട്ടിയോനില്ലാതെ പെറ്റ പെണ്ണിനെ പിന്നെ ആരെങ്കിലും കെട്ടുവോ? ഡോക്ടർ കെട്ടുവോ? ഞാൻ മാരീഡാ. ടൈലർ കെട്ടുവോ? ഇല്ല. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ടുമുറുകുന്നതിന് സ്ഥലം വിടാൻ പാ. വരട്ടെ സിസ്റ്ററെ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ ഞങ്ങളെ നിക്കണ്ടല്ലേ? ഇറങ്ങിയിരിക്കുന്നു. മാനം മര്യാദ ഇല്ലാത്തവന്മാര്. ആരും കണ്ടു കാണില്ലല്ലോ. ഏയ് ഇവിടെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ല. ஹாய் படி அவரியோ? അയ്യേ, ആരാ മനസ്സിലായില്ല? என்ன தெரியலையா? உங்க ஃபேஸ்புக் ஃப்ரெண்ட் நயன் நேத்து நீங்க போஸ்ட் பண்ண போட்டோவுக்கு ஆசம்னு கமெண்ட் பண்ணிருந்தீங்களே. உங்க ப்ரொஃபைல்ல ஃபிலிம் ஸ்டார் நயன்தாரா போட்டோ தானே போட்டிருக்கு. யப் யப். புரிஞ்சு போச்சு. എടാ പാവി, എന്നെ ഏമാത്തിയാച്ച്. എന്താ ഡോക്ടറെ? ഫിലിം സ്റ്റാർ നയൻതാരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാ കണ്ടോ, ഇപ്പൊ ആക്രി കച്ചവടോ. ഓക്കെ ബഡി, പറ്റുമാ? നയൻതാര ബൈ. ஓகே பை டியர். വിട്ടോ വിട്ടോ, കുഴപ്പമായി. വണ്ടി വിട്ടോ, ഇഞ്ചഡാസാണ്. ചാന്ത് പൊട്ട വിട്ടോ. രഞ്ജിത്തെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, വണ്ടി പിടിക്കാം. ഒരു മര്യാദ ഇല്ലാത്ത അവനവന് പറ്റുന്ന പണി ചെയ്താ പോരെ ഡോക്ടർ. ഇനി ഈ ഗർഭപാത്രം ഭ്രൂണത്തിനൊന്നും ഞാനില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാം. വാ. ജാനകി, കുറച്ച് വെള്ളം. എന്തുപറ്റി? പോയ കാര്യം നടന്നില്ലേ? അപ്പൊ നീ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കൊല്ലാനും പിടിച്ചു പറിക്കാനൊന്നും പറ്റില്ലല്ലോ. സ്കൂൾ ഫീസ്, ഗാർമെന്റ് യൂണിറ്റിന് അഡ്വാൻസ്, സ്വർണത്തിനൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. കുറച്ച് നാളത്തേക്ക് മതി. ഈ ഗാർമെന്റ് യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടേതായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഓഫീസിൽ നിന്നുള്ള ലെറ്ററാ. ഈ വെള്ളിയാഴ്ചക്കകം പണം അടച്ചില്ലെങ്കിൽ ആ യൂണിറ്റിന്റെ അലോട്ട്മെന്റ് ക്യാൻസൽ ആവുന്നു. എല്ലാ പ്രതീക്ഷകളും ഇല്ലാണ്ടാവുകയാണല്ലോ എൻ്റെ ജാനകി. ഇപ്പം ഇത് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ജന്മത്തിൽ ഇത് തുടങ്ങാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നും ഈ തുന്നൽക്കടയും ഒറ്റമുറിയെ കാട്ടിരിക്കാനായിരിക്കും നമ്മുടെ വിധി. സ്മാർട്ടായി കളിച്ച നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് കളി? ഈ കളി എന്ന് പറഞ്ഞ ഒരഭിനയം. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് കരുതാം. ഞാൻ ആ റോള് അഭിനയിച്ച് തകർക്കണു. എന്ത് റോള്? ഒരു ഗർഭിണിയുടെ റോള്. ഈ ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ. 10 ലക്ഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്നെ അല്ലേ? അതിനിപ്പോ 8 ലക്ഷം കിട്ടിയാലും മതി. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാശ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കിയാലോ? എന്ത്? അല്ല, 10 മാസം ഷൂന്നങ്ങ് പോവും, 10 ലക്ഷം കയ്യിലും ഇരിക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഗർഭപാത്രം നൽകുന്ന സ്ത്രീയുടെ റോള് ഞാനങ്ങ് ഏറ്റെടുത്താലോ? നീ എന്ത് ഭ്രാന്തായി പറയുന്ന ജാനകി? ഈ ഗർഭപാത്രവും വാടകയും ഇതൊക്കെ വലിയ കുഴപ്പം പിടിച്ച ഏർപ്പാടാ. അങ്ങനെ കിട്ടുന്ന ഒരു സൗഭാഗ്യവും നമുക്ക് വേണ്ട. ഹോ, നിനക്കിതെങ്ങനെ പറയാൻ തോന്നി? ഇങ്ങനെ എന്റെ രഞ്ജേട്ടാ,
ഞാനിപ്പോ സിനിമ അഭിനയം നിർത്തിയില്ലായിരുന്നെങ്കിൽ വല്ല മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ നായികയായി അഭിനയിച്ചേനെ. ഉവ്വ്. ഭാര്യയായുമ്പോ ചിലപ്പോ ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വരും. അതുപോലെ ഇതും ഒരഭിനയം. സിനിമയിലെ ഗർഭം എന്ന് പറഞ്ഞാലേ ഇനി വന്നേ ദാ ഇങ്ങനെ തലയണ വെച്ച് കെട്ടിയിട്ടുള്ള ഗർഭ. ഇത് നല്ല ഒന്നാന്തരം അമേരിക്കൻ ഗർഭ. സിനിമ പോലെയല്ല മോളെ ജീവിതം. ഇനി ഇതൊക്കെ പോട്ടെ, നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? എന്ത് വീട്ടുകാര്? ലവ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാര് നമ്മളെ രണ്ടാളെയും പണ്ടേ പുറത്താക്കിയതല്ലേ. പിന്നെ നാട്ടുകാര് നമുക്ക് രണ്ടാമതൊരു കുട്ടി ജനിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഡു കൊടുക്കണം. 10 മാസം കഴിഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചാ കുട്ടി പ്രസവത്തിൽ മരിച്ചുപോയി എന്ന് പറയണം. ജാനകി, നീ ഇത്ര കഠിന ഹൃദയാണ്. ഇതെല്ലാം ഒരു അഭിനയല്ല രഞ്ജേട്ടാ. പ്രസവം താമ്പരത്തെ ഒരു ആന്റിയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഇവിടെ ആരെയും അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ പോരെ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും മുറിമുറുപ്പുണ്ടായാൽ തന്നെ പണവും പത്രാസൊക്കെ ആയിക്കഴിയുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. രക്ഷപ്പെടാനായിട്ട് അമേരിക്ക കാണിച്ചെന്ന വഴിയാ. വേണ്ടാന്ന് വെക്കല്ല രഞ്ജേട്ടാ. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുക. എന്നാ പിന്നെ അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ചു പിടിച്ചോണ്ടിരുന്നോ? പണ്ട് തെലുങ്ക് പടത്തില് ചിരഞ്ജീവിയുടെ നായികയായിട്ട് വിളിച്ചതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാ പ്രേമമൂർത്തി ആളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശാസനൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവളായി ഞാൻ. എന്ത് ചെയ്യാനാ, എന്റെ വിധി. എനിക്ക് ഈ ഗതി തന്നെ വരണം. അല്ലെങ്കിലും ഈ അഭിനയം എന്നൊക്കെ പറയണത് കായികാഭ്യാസം വേണ്ട ഒരു കലയാണല്ലോ. ഓടണം, ചാടണം, ഇടികൂടണം. അതുപോലെ ഇതും ഒരു കായികാഭ്യാസം വേണ്ട ഒരു കല, അഭിനയം ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അല്ലേ? മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സഹായിക്കുക എന്ന് പറയണത് ഒരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ? മാത്രമല്ല, കുട്ടിയായിട്ട് രക്തബന്ധം ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലേ? പിന്നല്ലാതെ. ഈ അമേരിക്കക്കാർക്ക് എന്താ നേരത്തെ വരാൻ തോന്നഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് രഞ്ജേട്ടാ.